അത് വേണം. ഇതെന്തുണ്ടാക്കുന്നത് ഇപ്പോൾ? കൂട്ടുകറി. കൂട്ടുകറി. ഇതാണ് ഇപ്പോൾ കൂട്ടുകറി. അപ്പോൾ ചേനയും കുമ്പളങ്ങ, ചേന, കടലപ്പരിപ്പ് ഇതിൻ്റെയാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പുറം പായസത്തിലേക്കുള്ള പഴം നെയ്യിൽ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പായസം എന്ത് പായസം ഉണ്ടാക്കുന്നത്? അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് പഴം വറുക്കുകയാണ് അല്ലേ? നെയ്യിൽ വറുത്തെടുക്കുകയാണ്. എന്താണ്? പാലട. രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. കൂട്ടുകറി. ചേനയും കുമ്പളങ്ങയും പിന്നെ കടലപ്പരിപ്പും. ഓക്കെ. അവിയൽ തയ്യാറായി. അതിൻ്റെ അപ്പുറം ഇരിക്കുന്നതാണ് പുളിശ്ശേരി. ഇതാണ് പരിപ്പ് കറി. പരിപ്പ്. ഓണം ആഘോഷിക്കാനായിട്ട് നമ്മുടെ ഗണേശൻ സാർ എത്തിയിട്ടുണ്ട്. വാ. രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് രണ്ടുപേരും കൂടി കൂട്ടി കാണുന്നത്. അതും കൂടി ഉണ്ട്. കുറേ നാളായി കണ്ടിട്ട്. അവിടെ പായസം സ്പെഷ്യലിസ്റ്റാണ്. പായസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പായസത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ പായസം തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ പഴം വറുത്തത്. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ അടുക്കള പ്രോഗ്രാമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുക്കും ഏലക്കായും പൊടിക്കുകയാണ് അദ്ദേഹം. അതിൽ സ്വല്പം പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടിക്കുക എളുപ്പമാണ്. അവിടെ പായസത്തിൻ്റെ ടേസ്റ്റ് നോക്കി നോക്കുകയാണ്. പായസത്തിനുള്ള മുന്തിരി അണ്ടിപ്പരിപ്പ് വറുക്കുന്നതാണ്. അത് ഏകദേശം ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുന്നു. പവിത്രൻ സാറും ഇന്ദിരാ മേഡമാണ് ഇപ്പോൾ ഇന്നത്തെ ഓണസദ്യയിൽ പായസത്തിൻ്റെ സ്പോൺസേഴ്സ്. അപ്പോൾ എല്ലാം വരും, ഫോട്ടോ വരും. നിങ്ങൾ ഇനി അടുത്ത ഓണസദ്യക്ക് ആരെങ്കിലും ക്ഷണിച്ചെന്നും വരാം. പായസം ഉണ്ടാക്കാൻ, അടപ്രഥമൻ ഉണ്ടാക്കാൻ. അങ്ങനെ പായസത്തിൻ്റെ അവസാന വറുത്തിടലും കഴിഞ്ഞു. പായസമായി. പായസത്തിൻ്റെ തയ്യാറെടുപ്പ് കഴിഞ്ഞു. ഒന്നാം പാല് തേങ്ങ ഒന്നാം പാൽ ഒഴിക്കുന്നു. ഇതാ ഒന്നാം പാൽ ഒഴിക്കുന്നത്. ഇതോടുകൂടി പായസം തയ്യാറായി നിർത്താം. കൂട്ടുകറിക്കുള്ള നാളികേരം കടുകിട്ടു, തേങ്ങ ഇട്ടു. ചെറിയ തേങ്ങയാണ് ഇടുന്നത്. ഇത് കൂട്ടുകറി ഉണ്ടാക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ചേനയും കുമ്പളങ്ങയും പരിപ്പും വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കുക്കറിൽ. അപ്പോൾ എനിക്കിത് വറുത്തിട്ടതിന് ശേഷം മസാലയൊക്കെ ചേർത്തതിന് ശേഷമാണ് കൂട്ടുകറി കംപ്ലീറ്റ് ആവുന്നത്.
അപ്പോൾ കൂട്ടുകറിയുടെ ഫൈനൽ സ്റ്റേജിലെത്തി. നാളികേരം വറുത്ത് തന്നെ ഇന്ദിരാ മേഡം കൂട്ടുകറിയുടെ കംപ്ലീറ്റ്. അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. വാ, ആയി. ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ കൂട്ടുകറി തയ്യാറായി. അപ്പോൾ ഇതായിരുന്നു ഓണസദ്യയുടെ ഒരുക്കങ്ങൾ. അവസാന നിമിഷം മാത്രമേ കാണിച്ചുള്ളൂ. ഇന്ദിരാ മേഡം അവസാനമാകുമ്പോഴാണ് കൂട്ടുകറി ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ധാറിലെ മലയാളികളുടെ ഒരു ഓണാഘോഷമാണ്. ഹാപ്പി ഓണം എല്ലാവർക്കും. ഇനി സദ്യ കഴിക്കുന്നത് ഒരു വീഡിയോ ഇടുന്നുണ്ട്, അത് അടുത്തായിട്ട് ഇടുന്നുണ്ട്. അതെ, എല്ലാവർക്കും ഹാപ്പി ഓണം. വേണ്ട.